ഹായ് നമസ്കാരം. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് ഒരു സൺഡേ സ്പെഷ്യലാണ് കേട്ടോ. ഞങ്ങൾ സൺഡേ ഒരുപാട് ദിവസമായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇങ്ങനെ പൊതിച്ചോറ് ഉണ്ടാക്കണം കഴിക്കണമെന്നൊക്കെ. പക്ഷേ നമുക്കിവിടെ എല്ലാ സാധനങ്ങളൊന്നും കിട്ടത്തില്ലല്ലോ. അപ്പോൾ ഉള്ളത് വെച്ച് ഞാനൊരു ചെറിയൊരു പൊതിച്ചോറങ്ങ് ഉണ്ടാക്കി. അപ്പോൾ എന്തായാലും സൺഡേയിൽ പുറത്തൊന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് ഇരുന്നായിരുന്നു. അപ്പം പോകുന്നതിന് മുന്നേ എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് പോയാൽ വരുമ്പോഴത്തേന് സെറ്റായിരിക്കുമല്ലോ. അപ്പോൾ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അധികം ഒന്നും ഉണ്ടാക്കിയില്ല. 2 ദിവസം മുമ്പ് ചൂര കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചൂരയൊന്ന് വറുത്തു, മെഴുക്ക് പുരട്ടിയും ചമ്മന്തി അരയ്ക്കാൻ നോക്കി. തേങ്ങയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, തേങ്ങയില്ല. ഇത് മോൾക്ക് വേണ്ടിയുള്ള പൊതിച്ചോറാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാം ഒന്ന് ഞാനെല്ലാം പൊതിയൊക്കെ റെഡിയാക്കി വെച്ച് അതിൻ്റെ കൂടെ ഇച്ചിരി മോരും മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം റെഡിയാക്കി ഇട്ടിട്ട് സൺഡേ ഉണ്ട്. സൺഡേ മാർക്കറ്റിലൊക്കെ ഒന്ന് പോയി. മോളെയും ഞാനും മാത്രമാണ് പോയത് കേട്ടോ, എൻ്റെ ഫ്രണ്ടും കൂട്ടി. പിന്നെ തിരിച്ചിങ്ങ് പോരുന്നു, ചില ഫ്രൂട്ട്സ് ഇതൊക്കെ വാങ്ങിച്ചു. മോൾക്ക് എവിടെ പോലും വേണം കേട്ടോ ഒരു ടെഡി ബെയർ. അതെന്തായാലും മസ്റ്റായിട്ട് മേടിക്കും. അപ്പോൾ തിരിച്ചൊന്ന് മോന് പിന്നെ ഒരു കാറൊക്കെ വാങ്ങിച്ചു. ഞങ്ങൾ തിരിച്ചു പോകുമായിരുന്നു. വെയിലായത് കാരണം നമുക്ക് അധികം നേരം നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഈ ഒരു സൺഡേയിൽ ഞങ്ങൾ പോകണമെന്ന് കുറേ നാളായിട്ട് വിചാരിച്ച് പോകത്തില്ല. വെയിൽ അത്രയ്ക്കും വെയിലാണ്, നമുക്കിവിടെ ഒരു രക്ഷയില്ലാത്ത വെയിൽ. പിന്നെ എന്തായാലും പോയി. തിരിച്ചു വരുമ്പോഴത്തേന് പൊതിച്ചോറൊക്കെ സെറ്റായിരിക്കും, അത് കഴിക്കാം എന്നുള്ള സന്തോഷത്തിലാണ് പോയത്. വന്നിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ പൊതിയൊക്കെ കഴിച്ചു. അവർക്കൂടെയുള്ള പൊതിച്ചോറ് ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഞങ്ങൾ വന്നിട്ട് ഒരുപാട് ദിവസത്തെ എൻ്റെ സന്തോഷമായിരുന്നു കേട്ടോ. ഞാൻ കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്നുണ്ട് കഴിക്കണം, പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പണ്ടൊക്കെ എന്നോ കഴിച്ചതൊരു ഓർമ്മയുള്ളൂ. ഇപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു പൊതിച്ചോറ് കഴിക്കുന്നത്. അത് കാരണം ഐ ആം വെരി വെരി ഹാപ്പി. ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.